ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ നമ്മുടെ പുന്നാര നേതാവ്. ആ റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിയിലേക്ക് എന്നാ വന്നത്? അതെവിടെയായിരുന്നു മുമ്പ്? ആ ചരിത്രം ഒന്ന് ചുരുക്കി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള അവസരത്തിലാണ് റസൂൽ വഫാത്താകുന്നത്. അത് മസ്ജിദുൻ നബവിയുടെ തൊട്ടായിരുന്നു. ആയിഷ ബീവിയുടേതടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹുജറകൾ, അവരുടെ റൂമുകൾ മദീനത്തെ പള്ളിയുടെ ഓരത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് പള്ളിയിലല്ല, പള്ളിക്ക് പുറത്തായിരുന്നു എന്നതിൽ തർക്കമില്ല. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ഒരു തർക്കം വന്നു. എവിടെയാണ് റസൂലുള്ളാഹിയുടെ മയ്യത്ത് മറമാടേണ്ടത്? പല അഭിപ്രായങ്ങൾ ഉണ്ടായി സഹാബിമാരുടെ കൂട്ടത്തിൽ. ശരിക്കു പഠിച്ചു വെക്കണം എന്റെ സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഭൗതിക തിരുശരീരം എവിടെ അടക്കം ചെയ്യണം എന്നതിൽ തർക്കം വന്നപ്പോ, പല അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബർ എവിടെയാണോ വേണ്ടത് അവിടെയാണ് അവർ മരണപ്പെടുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. അവിടെ തന്നെ ഖബർ കുഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ഭൗതിക ശരീരം ആയിഷ ബീവിയുടെ വീട്ടിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അത് മദീനത്ത് പള്ളിയുടെ പുറത്തായിരുന്നു ആയിഷ ബീവിയുടെ ആ വീട്. അല്ലാതെ ഖബർ എടുത്തിട്ട് അതിന്റെ മേലെ റൂം ഉണ്ടാക്കിയതല്ല. അത് തന്നെ എന്തിനാ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജൂതക്രിസ്ത്യാനികളുടെ മേൽ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉമ്മത്ത് അത് ചെയ്യാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുമുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അത് ഉത്തരം കൊടുത്തിട്ടുണ്ട് ആ ദുആക്ക്. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. റസൂലുള്ളാഹിയുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? എന്റെ ഖബർ ബിംബമാക്കരുത്. ഇന്ന് ലോകത്ത് ആരുടെയും ഖബർ തൊടാനും മുത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള നിലക്ക് പല നിലക്കും പല ഖബറുകളും ബിംബങ്ങളാക്കി വെച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അതാ കാണാൻ പോലും കഴിയാതെ 3 ഭാഗത്തു നിന്നും ചുമര് കൊണ്ട് പടുത്തുയർത്തിയിട്ട് വളരെ ബന്ധവശാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, അത് ചുംബിക്കാൻ പറ്റില്ല, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ഖബറിന് നൽകിയിരിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ആ ഖബർ മദീനത്തെ പള്ളിയിലേക്ക് വന്നത് പിന്നെ എങ്ങനെയാണ്? പുറത്തുണ്ടായിരുന്ന ഖബർ പിന്നെ എങ്ങനെ പള്ളിയിലെത്തി? ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിലാ റസൂലുള്ളാഹി വഫാത്തായത്. അവിടെയാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കപ്പെട്ടത്. അത് പിന്നെ എങ്ങനെ വന്നു പള്ളിയിലേക്ക്? റസൂലുള്ളാഹിയുടെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മസ്ജിദുൻ നബവി ഒന്ന് വിപുലീകരിച്ചു. വിപുലീകരിക്കുന്ന ഘട്ടത്തിൽ പലരും അഭിപ്രായം പറഞ്ഞു, എന്ത്, ആ റൂം കൂടി നമുക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്ന അഭിപ്രായം വന്നപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ലാ സബീല ഇലൈഹാ, അതിനിപ്പോ വഴിയില്ല, അതിനൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ റൂം പള്ളിയിലേക്ക് ചേർത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും വിപുലീകരണം നടന്നു. മസ്ജിദ് നബവി വിപുലീകരിച്ചപ്പോഴും ഈ ഖബർ പുറത്ത് തന്നെയാണ്.
പിന്നീട് നിങ്ങൾ നോക്കൂ, ഈ 4 ഖലീഫമാരുടെയും മരണത്തിന് ശേഷം സ്വഹാബാ കിറാം, മദീനത്ത് ജീവിച്ചിരിക്കുന്നവരൊറ്റ സ്വഹാബിയും ഇനി ബാക്കിയില്ല. എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയതിന്റെ ശേഷം പിന്നീട് അമവി ഖലീഫമാരുടെ ഭരണം വന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മരണം വന്നു. ആ അബ്ദുൽ മലിക്കിന്റെ കാലശേഷം അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ, വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തത് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ്? അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ് സംഭവിച്ചത്. വലീദ് ഭരണമേൽക്കുന്നതെന്നാ 86-ൽ. അപ്പൊ ബാപ്പ അബ്ദുൽ മലിക്കിന്റെ കാലവും കഴിഞ്ഞിട്ട് മകനായ വലീദ് ഭരണമേൽക്കുന്നത് 86-ലാണ്. ഈ വലീദ് ബിൻ അബ്ദുൽ മലിക് മരിക്കുന്നതോ ഹിജ്റ 96-ൽ. ഇതിന്റെ ഇടയിലാണ് മസ്ജിദുൻ നബവി പിന്നത്തെ വിശാലമായ വിപുലീകരണം നടക്കുന്നത്. അങ്ങനെ വിപുലീകരണം നടക്കുമ്പോ അഭിപ്രായം ഒന്നുണ്ട്, പല ചരിത്രങ്ങളുടെ സുഹൃത്തുക്കൾ അതിൽ വിശാലമായി പറയാൻ എനിക്ക് നേരില്ല. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ വീട് പള്ളിയിലേക്ക് ചേർക്കണം എന്ന തീരുമാനം ഉണ്ടായി. വിപുലീകരിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസാണ് അന്നത്തെ ഗവർണർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വലീദ് കത്തെഴുതിയെന്ത്? ഹുജറകളൊക്കെ പൊളിച്ച് പള്ളിയിലേക്ക് ചേർക്കണം. അന്നവിടെ ഉണ്ടായ സംഭവങ്ങൾ വർണ്ണനാതീതമാണ്. പലരും അതിന് തയ്യാറായില്ല. പലരും പറഞ്ഞു, ഈ വീട് വിട്ടുതരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എങ്കിൽ നിങ്ങളെ തന്നെ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പൊളിക്കും എന്നൊക്കെ ഭീഷണിയുണ്ടായി. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ചരിത്രം വളരെ വിശാലമാണ്. പലർക്കും സമ്മതമില്ലാതെ തന്നെ നബി കുടുംബത്തിലെ പലരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മേൽക്കൂരയടക്കം ചുമരുകളൊക്കെ പൊളിച്ചിട്ട് ആ റസൂലുള്ളാഹിയുടെ ഖബറുള്ള സ്ഥലം തന്നെ, ആ റൂം തന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് മാറ്റിയത് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. സ്വഹാബത്ത് ജീവിച്ചിരിപ്പില്ല. അന്ന് വലീദ് ബിൻ അബ്ദുൽ മലിക് ഈ സംഭവം നടത്തുമ്പോ അവിടെ മദീനയിൽ അക്കാര്യം കാണാൻ ശരിയായ റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ സഹാബിയും ജീവിച്ചിരിപ്പില്ല. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനവർ എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവും എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ആ ഖബർ പള്ളിയിലേക്ക് വന്നത്. അപ്പോഴും അതിന്റെ മീതെ കുബ്ബയുണ്ടോ? കുബ്ബ എന്നാണ് ഈ ഖബറിന്റെ മീതെ വന്നത്. ആയിഷ ബീവിയുടെ ഹുജറയുടെ മീതെ കുബ്ബ വന്നത് ഏത് കാലത്താണ് സുഹൃത്തുക്കളെ? കേട്ടോളൂ, കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് കുബ്ബ വന്നത്? ഹിജ്റ 678-ൽ മൻസൂർ കലാവൂൻ സാലിഹ് ചക്രവർത്തിയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. അതിനു മുമ്പ് റൗള ഷരീഫിന് മുകളിൽ സാധാരണ തട്ട് മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാമിക ഭരണം ഉസ്മാനിയ ഗോത്രക്കാരുടെ കരങ്ങളിൽ അർപ്പിതമായപ്പോൾ അവരും ആ പുണ്യഗേഹം പുതുക്കാനും കൂടുതൽ വിശാലമാക്കാനും തീരുമാനിച്ചു. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ റൗള ഷരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. ഏത് കാലത്തായി കുബ്ബ വരുന്നതെന്നാ പറയുന്നത്? 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ സുൽത്താൻ അബ്ദുൽ മജീദ് ഒന്നാമൻ പള്ളിയിലെ പഴയ രൂപത്തിന് മാറ്റം വരുത്താതെ പുതുക്കുകയുണ്ടായി. പിന്നീട് അപ്പോഴായി ചില ഭാഗങ്ങൾ പൊളിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നടന്നുവന്നു. ഇങ്ങനെ നടന്നുവന്ന നിർമ്മാണം ഹിജ്റ 1265 ശേഷം ഇസ്ലാമിക കലകളോടുകൂടി പൂർണ്ണരൂപം കൊടുത്തത് തുർക്കി ഭരണകർത്താക്കളായിരുന്നു. അങ്ങനെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് മദീനത്ത് പച്ചക്കുബ്ബയില്ല, മദീനത്ത് കുബ്ബയില്ല. ഹിജ്റ 678-ലാണ് ആദ്യമായി കുബ്ബ പണിതത് എന്ന് കൃത്യമായി തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു.
ഇനി വായിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറക്ക് മീതെ 2 കുബ്ബകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതും അതിന് മീതെ മറ്റൊന്ന് വലുതുമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹുജറക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഈ കുബ്ബയുണ്ടാക്കിയത്. ഇതൊന്നും ഇസ്ലാമിക നിയമത്തിലുള്ള കുബ്ബയല്ല. ചില രാജാക്കന്മാര് അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ കുബ്ബയുണ്ടാക്കിയത്. ഇത് റസൂലിന്റെ സഹാബത്ത് കണ്ടവരല്ല. താബീങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാം കണ്ടിട്ടില്ല, ഹംബലി ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലികി ഇമാം കണ്ടിട്ടില്ല. എത്രയോ കാലത്തിന്റെ ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ജനങ്ങളെ മദീനത്ത് ഹുജറക്ക് മീതെ കുബ്ബയുണ്ടാക്കുന്നത്.